ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആഫി റളിയല്ലാഹു തആല അൻഹു ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ സൈന്യത്തെ നയിച്ചു കൊണ്ടുപോയ മഹാൻ, ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്ത വീരസേനാനി സൈന്യത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു വരികയാണ്. കൈറുവാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ അഭിലാഷം, ഈ കൈറുവാൻ ഒരു പൊങ്ങിയ സ്ഥലമാണ്, തന്ത്രപ്രധാനമായ സ്ഥലമാണ്, പട്ടാള താവളമാക്കുവാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ നാടുകളിലേക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആഫി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീരസേനാനിയായിരുന്നു അദ്ദേഹമാണല്ലോ സൈന്യത്തെ നയിച്ച് രാജ്യങ്ങൾ ഇസ്ലാമിനോട് ചേർത്ത് പിന്നെ സമുദ്രത്തിൻ്റെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് തൻ്റെ കുതിരയെ കൊണ്ടുവന്ന് ഇറക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തിരുന്നോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. പടച്ച തമ്പുരാനെ, ഈ അറ്റ്ലാന്റിക്കിനപ്പുറത്ത് മറുകരയുണ്ടോ എന്നെനിക്കറിയയില്ല, അതിനപ്പുറം എങ്ങാനും മറുകരയുണ്ടെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സൈന്യത്തെ നയിച്ചേനെ എന്ന് പറഞ്ഞിട്ടുള്ള വീരസേനാനിയാണ് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആഫി റളിയല്ലാഹു തആല. മഹാനവറുകൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ ഒരു പട്ടണം നിർമ്മിച്ചാൽ കൊള്ളാം, സൈനിക താവളമാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഘോര വനമാണ്. വലിയ വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നു. കാടും മാത്രമല്ല വന്യജീവികളും ഹിംസ്ര ജന്തുക്കളും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ കടുവയുണ്ട്, പുലിയുണ്ട്, ചെന്നായയുണ്ട്, അതുപോലെ തന്നെ പെരുമ്പാമ്പുകളുണ്ട്, മൂർഖൻ പാമ്പുകളുണ്ട്. എല്ലാം നിറഞ്ഞു ഒഴുകുന്ന വലിയ വനമാകുന്നു. അവിടെ മനുഷ്യപ്രവേശമില്ലാത്ത സ്ഥലമാകുന്നു. ബഹുമാനപ്പെട്ട സഹാബി ഉഖബത്ത് ബിൻ ആഫി റളിയല്ലാഹു അൻഹു സഹാബിയാണോ അല്ലെന്ന് ചില അഭിപ്രായ അന്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം കേട്ടാൽ സഹാബിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അദ്ദേഹം തൻ്റെ വാഹനപ്പുറത്ത് താഴെ ഇറങ്ങി. എന്നിട്ട് ഒരു അപേക്ഷ കൊടുത്തു. കേന്ദ്ര ഓഫീസിലേക്ക് ഒരു അപേക്ഷ. കേന്ദ്ര ഓഫീസിലേക്ക് അപേക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊരൊറ്റ പ്രാർത്ഥന, പടച്ചവനെ ഈ സൈനിക പ്രധാനമായ സ്ഥലം ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്നൊരൊറ്റ പ്രാർത്ഥന നടത്തിയതിന് ശേഷം വനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളായിട്ടുള്ള പട്ടാളക്കാരെ സാക്ഷികളാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആഫി റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രഖ്യാപനം, അയ്യുഹൽ സിബാദ് വൽ വഹൂഷ് വൽ ഹയ്യാദ് ഇന്ന അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ നാസിലൂൻ ഫർതഹിലു അന്നാ. ഇതാ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, സഹാബിമാരാകുന്നു. നല്ലപോലെ ഓർക്കണം. ഇന്ന അസ്ഹാബി റസൂലില്ല, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിമാരാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫർതഹിലു എന്ന ഇവിടെ നിന്ന് സ്ഥലം വിട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും യാത്ര പോകണം. ഇന്നാ നാസിലു, ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഈ പ്രഖ്യാപനത്തിന് ശേഷം ആരെങ്കിലും നമ്മൾ കണ്ടാൽ ഖതൽനാഹു, അവനെ നമ്മൾ വധിച്ചു കളയും എന്നൊരൊറ്റ പ്രഖ്യാപനം വനത്തിലേക്ക്. ഒരു അനുയായികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരനെ ചോദിച്ചില്ല, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്? ആരുമില്ലാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത, മറുപടി പറയാൻ ആളില്ലാത്ത വനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഹിംസ്ര ജന്തുക്കളോടും കടുവകളോടും പുലികളോടും ചെന്നായ്ക്കളോടും കൂടെ സംസാരിക്കുന്നത്, സർപ്പങ്ങളോടാണ് സംസാരിക്കുന്നത്, ആരും സംശയം ഉന്നയിച്ചില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? ചരിത്രത്തിൽ തങ്കലിപികളിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചരിത്ര സംഭവം എന്താണ്? മഹാന്മാരായ പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ജരീർ തബരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇബ്നുൽ അസീർ അൽ കാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പല പ്രമുഖരായ ചിത്രമാർ രേഖപ്പെടുത്തിയ മഹാസംഭവം. ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ കാടിളകി എല്ലാ ജീവികളും യാത്ര പുറപ്പെട്ടു. അതാ സിംഹങ്ങളും കടുവയും പുലിയും ചെന്നായ്ക്കളുമൊക്കെ ഘോഷയാത്രയായി എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുള്ളവർ കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചുകൊണ്ട് യാത്രയായി. ഈ മഹാത്ഭുതം കണ്ട് പരിസര നാട്ടുകാരായ ബർബറികൾ അവർ കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നതിന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അങ്ങനെ അവിടെ കാട് വെട്ടി തെളിച്ച് അദ്ദേഹം കൈറുവാൻ പട്ടണം, സിറ്റി നിർമ്മിച്ചു. ഇവിടെ നിങ്ങൾ നോക്കണം, അദ്ദേഹം ഫൈന അസ്ഹാബ് റസൂലില്ല, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വന്തക്കാരാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. ബഹുമാനപ്പെട്ട സഫീനതകൾ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്താന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ സംഭവം കേട്ടിട്ടുള്ള സംഭവം, പഠിച്ച സംഭവമാണല്ലോ. മഹാനായ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് യുദ്ധം നയിക്കുവാൻ വേണ്ടി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തയക്കുകയുണ്ടായി. അദ്ദേഹം പല രാജ്യങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് കൊച്ചു രാഷ്ട്രങ്ങളൊക്കെ ചേർത്തുവെങ്കിലും വലിയ സാമ്രാജ്യമായ മുസ്ലിമുകൾക്കെന്നും ഭീഷണിയായ അന്നത്തെ ലോകത്തെ വൻ ശക്തിയായ പേർഷ്യൻ സാമ്രാജ്യം ജയിച്ചടക്കാൻ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത് സഅദ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. പട്ടാളത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹം പോയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരിടത്ത് താവളം അടിച്ചു. പക്ഷേ ഒരനക്കവും കാണുന്നില്ല, ഒരനക്കവും ശത്രുപക്ഷത്തിന് കാണുന്നില്ല. 4 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവരുടെ സൈന്യം പുറപ്പെട്ടത്. യസ്ദജുർദ് എന്ന് പറയുന്ന ചക്രവർത്തി
അവിടെ റുസ്തുമുൽ ഫാരിസി എന്ന് പറഞ്ഞ സർവ്വസൈന്യാധിപൻ, ലോകപ്രശസ്ത സൈന്യാധിപനായ റുസ്തുമുൽ ഫാരിസിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ വിട്ടു. പക്ഷേ അയാൾ മെല്ലെ 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 വന്ന് എങ്ങനെയെങ്കിലും മുസ്ലിമുകൾ മടുത്ത് പിരിഞ്ഞു പോകട്ടെ, മുസ്ലിമുകളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കൂ, കുടിക്കാൻ വെള്ളമില്ലാത്ത, ഭക്ഷിക്കാൻ ആഹാരമില്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അറബികൾ, ആ അറബികളെ ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപന്മാർ പേടിക്കാനുണ്ടായ കാരണം എന്താണ്? അത് അള്ളാഹുത്തലയുടെ കൽവിലിട്ട് കൊടുത്ത മഹാബറ്റാണ്, മുസ്ലിമുകളുടെ ഇസ്സത്താണ് എന്ന് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. അങ്ങനെ കാർഡിഷിയയിൽ വെയിറ്റ് ചെയ്ത് ഏതെങ്കിലും ആവട്ടെ, ആ സന്ദർഭത്തിലാണ് അവരുടെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് റുസ്തുമുൽ ഫാരിസിയുടെ നേതൃത്വത്തിൽ സൈന്യം താവളമടിച്ച് അയാൾ അവിടെ നിന്ന് ഒരു ദൂതനെ വിട്ടു. മുസ്ലിം സൈന്യാധിപൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഒരാളെ സംസാരിക്കാൻ ദൂതനായിട്ട് അങ്ങോട്ട് വിടണം, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്കറിയണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഷൈദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനായ ഒരു അറബി ദിബിജ് ബിൻ ആമിർ എന്ന റളിയല്ലാഹു തആല മഹാനവറുകളെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ഒരു സാധാരണ ചാവാളി കുതിരയുടെ പുറത്ത് കയറി, തൻ്റെ കയ്യിൽ കുന്തമുണ്ട്, തലയിൽ കവചമുണ്ട്, പടയങ്കി ധരിച്ചിട്ടുണ്ട്, കയ്യിലൊരു വാളുമുണ്ട്, അതുമായിട്ട് യാത്രയായി. അങ്ങനെ അറബി പ്രതിനിധി വരുന്നുവെന്ന് കേട്ടപ്പോൾ റുസ്തുമുൽ ഫാരിസി പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യണം, അയാൾ വന്ന് ഞങ്ങൾ നമ്മുടെ ആഡംബരവും ഐശ്വര്യവും കണ്ട് അമ്പരം നന്താളിച്ച് അയാൾ മടങ്ങിപ്പോകണം, ചെന്ന് അദ്ദേഹത്തിൻ്റെ നേതാവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അതിന് നിങ്ങൾ വഴിയൊരുക്കണം. എന്താണ് വേണ്ടത്? നിങ്ങൾ പട്ടുപരിപതാനി വിരിക്കണമെന്ന് പറഞ്ഞു. അതിനു ചുറ്റും രത്നഖചിതമായിട്ടുള്ള ഉപധാനങ്ങൾ, തലയണകൾ വെക്കണമെന്ന് പറഞ്ഞു. എൻ്റെ സിംഹാസനം വെക്കണം അതിൻ്റെ ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കണക്ക് കൂട്ടിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കണ്ട് അമ്പരം നന്താളിച്ച് റബീ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമെന്നാണ്. മഹാനായ റബീ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. മഹാനായ സഹാബിയുടെ കണ്ണ് സ്വർഗ്ഗലോകത്തായിരുന്നു. എന്താണ്? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയത്തിലും ഒടിക്കാത്ത വാച്യമായ അനുഗ്രഹങ്ങളുടെ ഈ ടില്ലമായ സ്വർഗ്ഗലോകം, ആ സ്വർഗ്ഗലോകം കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബിക്ക് ഈ പട്ടുപരിവധാനിയോ ഇവൻ്റെ സിംഹാസനമോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം 2 തലയണകൾ തുളച്ചുകൊണ്ട് തൻ്റെ കുതിരയുടെ കയറ് അതിൽ പിടിച്ചു കെട്ടി. പട്ടാളക്കാർ പറഞ്ഞു, ഇത് രത്നഖചിതമായ ഉപധാനങ്ങൾ ഉളയ്ക്കാൻ പറ്റുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, മരുഭൂമിയിൽ യാത്ര ചെയ്തു വരികയാണ്, ഇവിടെ എൻ്റെ മൃഗത്തെ പിടിച്ചു കെട്ടാൻ കുറ്റിയില്ല, വൃക്ഷങ്ങളില്ല, ഒന്നുമില്ല, ഇതെങ്ങാനും നഷ്ടപ്പെട്ടു എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കെട്ടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്, പ്രയാണം ചെയ്യുകയാണ്. അങ്ങകലെ സിംഹാസനോസത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന റുസ്തുമുൽ ഫാരിസി സർവ്വസൈന്യാധിപൻ, പേർഷ്യക്കാരുടെ സർവ്വസൈന്യാധിപൻ അങ്ങോട്ടാണ് പോകുന്നത്. അദ്ദേഹം തൻ്റെ കയ്യിനുടൻ്റെ കുന്തം കൊണ്ട് പട്ടുപരിധാനിയിൽ കുത്തി ഓട്ടകൾ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു വിഷയമല്ല എന്നവർക്ക് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് പട്ടാളക്കാർ ഓടി വന്ന് കൈക്ക് പിടിച്ചു, പറ്റില്ല, വിലപിടിപ്പില്ല, പറ്റുപരിപരാണി, ഇതിലെങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഞങ്ങളുടെ നേതാവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്, നിങ്ങളുടെ ശിരോകവചം വഴിക്കണം, പടയങ്കി അടിക്കണം, വാള് താഴെ വെക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, ഞാൻ സ്വമേധയാ ഇങ്ങോട്ട് വന്നവനാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാമായിരുന്നു, നിങ്ങളുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് ഞാൻ, അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പോട്ട് വരാം. അപ്പോൾ റുസ്തും വിളിച്ചു പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അയാൾ ഒരാളല്ലേ, ഒറ്റക്ക്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് വിട്ടുപിടിയുന്നു. അങ്ങോട്ട് ചെന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരിക്കൂല, പട്ടുമേത്തിലെങ്കിലും ഇരിക്കൂല. കുന്തം അവിടെ നാട്ടിൽ നിർത്തിക്കൊണ്ട് സംസാരം തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്? പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായ യസ്ദജുർദ് മഹാചക്രവർത്തി തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള സർവ്വസൈന്യാധിപൻ റുസ്തുമുൽ ഫാരിസി തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് മുസ്ലിമുകളായ നിങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്ത, ഭക്ഷിക്കാൻ ആഹാരമില്ലാത്ത, പഞ്ഞത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നാട്ടിൽ നിന്ന് നിരായുധരായ നിങ്ങൾ, സർവായുധപാണികളായ ഞങ്ങളുടെ അടുത്തേക്ക്, ഐശ്വര്യമായ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ റുസ്തുമുൽ ഫാരിസിയുടെ കുഞ്ചിരൂപം പിടിച്ചു കുലുക്കുന്ന മറുപടി ഗർജനം മഹാനായ സഹാബിയുടെ വായിൽ നിന്നതാ നിർഗണിക്കുകയാണ്. എന്താണ് മഹാനവർ പറയുന്നത്? ഇന്നല്ലാഹു തഅസനാ ലിനുഖ്രിജ ഇബാദല്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ വമിൻ ലൈഖി ദുനിയ ഇലാ സഅതിഹാ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം. ഞങ്ങൾ ആരാണെന്നറിയാമോ? ഇന്നല്ലാഹു തഅസന, അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിനുഖ്രിജ ഇബാദല്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ, അള്ളാഹുവിൻ്റെ അടിയങ്ങളെ ആരാധിക്കുക എന്ന അധമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ആ യശസ്സിലേക്കും പ്രതാപത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അവരെ അണിയിച്ചു കൊണ്ടുവരുവാൻ. മാത്രമല്ല
ദുന്യാവിൻ്റെ ഇടുക്കത്തിൽ നിന്ന് സങ്കുചിതത്വത്തിൽ നിന്ന് അവരെ ദുന്യാവിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ. എന്താണ് ദുന്യാവിൻ്റെ ഇടുക്കം? നിങ്ങൾക്ക് തിന്നണമെങ്കിൽ മുന്തിയ ആഹാരം വേണം, മുന്തിയ പാത്രം വേണം, കുടിക്കണമെങ്കിൽ മുന്തിയ ഗ്ലാസ് വേണം, നിങ്ങൾക്ക് മുന്തിയ വസ്ത്രം വേണം, സഞ്ചരിക്കണമെങ്കിൽ മുന്തിയ വാഹനം വേണം, മുന്തിയ ബെഡ് വേണം കിടക്കണമെങ്കിൽ. ഞങ്ങൾക്കത് വേണ്ട. ലളിത ജീവിതത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എവിടെയും കിടക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് പാത്രത്തിലും കഴിക്കാം. അങ്ങനെ ലളിതമായ ജീവിതം. അതുകൊണ്ട് ലോകത്തുള്ള സകല ജനങ്ങളെയും ഈ സങ്കുചിതത്വത്തിൽ നിന്ന്, ആഡംബരത്തിൻ്റെ സങ്കുചിതത്വത്തിൽ നിന്ന് അവരെ ലാളിത്യത്തിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. സർവോപരിയും ഇസ്ലാം, സകല മതത്തിൻ്റെയും അനീതിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയുടെ ശീതളച്ചായയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തുസ്മുൽ ഫാരിസി അന്തം വിട്ടുപോയി. ഈ രീതിയിൽ മറുപടി എങ്ങാട്ട് യുദ്ധം നടന്നു. 4 ദിവസം നീണ്ടു നിന്ന ഘോര സമരത്തോടുകൂടി കാദ്സിയെ കീഴടക്കിയപ്പോൾ മാസങ്ങളായി നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയാൻ നിർവാഹമുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോരാനങ്ങളെ തിരിച്ചു പോരാനായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കുമെന്നും, പേർഷ്യൻ സാമ്രാജ്യം മാത്രമല്ല ചക്രവർത്തിയുടെ വെൺകോട്ട കീഴടക്കുമെന്നും, വെൺകോട്ടയിലെ നിധികൾ മുസ്ലിംകൾ കൊണ്ടുവന്ന് മദീനയിൽ വിരിക്കുമെന്നും റസൂലുള്ളാഹി സമയങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സൈന്യത്തെ മുമ്പോട്ട് നയിക്കണം. മദായിൻ സിറ്റി കീഴടക്കിയിട്ടേ നിങ്ങൾ തിരിച്ചു വരാവൂ. ഖത്താബിൻ്റെ കത്ത് സൈന്യത്തോട് പറഞ്ഞു. സൈന്യം ഓക്കെ, ആരും വിഷമടിച്ചില്ല. മുറിവേറ്റവരുണ്ട്, കുടുംബം ബന്ധുക്കൾ മരണപ്പെട്ടവരുണ്ട്, ജ്യേഷ്ഠം മരണപ്പെട്ടവർ, വാപ്പ മരണപ്പെട്ടവർ ഒക്കെ ഉണ്ട്. ഒന്നും വിഷയമല്ല. എല്ലാവരും സട്ടക്കുടഞ്ഞെടുത്തിട്ട് പുറപ്പെടുന്നു. മദായിൻ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ മദായിൻ, അത് ടൈഗ്രീസ് നദിയുടെ ഇക്കരയുണ്ട്, അക്കരയുണ്ട് മദായിൻ സിറ്റി. ഇക്കരയുള്ളത് പടിഞ്ഞാറൻ മദായിനാണെങ്കിൽ അക്കരയുള്ളത് കിഴക്കൻ മദായിൻ. പടിഞ്ഞാറൻ മദായിൻ ആദ്യമായി കീഴടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട യുദ്ധത്തിൻ്റെ പര്യവസാനമാടി എന്ത് ചെയ്യുന്നതിനാൽ പേർഷ്യക്കാരൻ പട്ടാളക്കാരെ തുരത്തി അവർ ഓടി രക്ഷപ്പെട്ടു. ടൈഗ്രീസിൻ്റെ അക്കരെ കിടക്കുമ്പോൾ ഒരു കാര്യം ചെയ്തു. അവർ കടത്തുവള്ളങ്ങളും തോണികളും അതുപോലെ തന്നെ കപ്പലുകളും ഒക്കെ അക്കരെ പറ്റിച്ചു കളഞ്ഞു. അങ്ങനെ മദായിൻ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗം കീഴടക്കി. ഇനി വെൺകോട്ടയും മറ്റും ഉള്ളത് എന്താണ്? അക്കരെയാണ് കിടക്കുന്നത്. കിഴക്കൻ മദായിനിലാണ് കിടക്കുന്നത്. കിഴക്കൻ മദായിൻ കീഴടക്കണം. നദീതീരം ടൈഗ്രീസ് കരകവിഞ്ഞൊഴുകിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു. വലിയ വേലിയേറ്റമുണ്ടായ സമയമായിരുന്നു. ആ സമയത്ത് നദീരത്ത് പട്ടാളത്തെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒരു പട്ടാളക്കാരന് ചോദിച്ചില്ല. മഹാനായ സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാമിനോട് ബനി ഇസ്രായേൽ ചോദിച്ചതുപോലെ പിന്നിൽ ആർത്തിരമ്പി വരുന്ന ഫിറൗവിൻ്റെ പട്ടാളം, മുമ്പിൽ ആർത്തിരമ്പുന്ന നൈൽ നദി, നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചതുപോലെ ഒരിക്കലും മുസ്ലിം പടയാളികൾ ചോദിച്ചില്ല. നദിയുടെ തീരത്ത് സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് മഹാനായ സ്വഹാബി പറഞ്ഞു, ഇതാ ഈ നദി വിട്ടുകിടന്ന് അക്കരെ പറ്റണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തു പറയുന്നു? ഓ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അങ്ങേ അനുധാവനം ചെയ്തുകൊണ്ട് പിന്നാലെ ഞങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ്? നസ്തഈനു ബില്ലാഹ് വനതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദിക്റ് ചൊല്ലിക്കൊണ്ട് തൻ്റെ കുതിരയെ വെള്ളത്തിലേക്ക് തെളിക്കൊണ്ടു മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. കാൽക്കുളമ്പുകൾ താഴോട്ട് പോകാതെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ടാറിട്ട റോഡിന്മേൽ എന്നതുപോലെ അതാ വാഹനം സഞ്ചരിക്കുന്നു. പിന്നാലെ ആർത്തിരമ്പിയ മുസ്ലിം പടയാളികളും നദിയുടെ ഉപരിതലത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ് കണ്ടത്. അക്കരെ നിൽക്കുന്ന പടയാളികൾ, പേർഷ്യൻ പടയാളികൾ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, എടാ, ഇത് മനുഷ്യന്മാരല്ല, ഇത് ഭൂതങ്ങളാണ്, ജിന്നുകളാണ്, ഇവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളണമെന്ന പ്രഖ്യാപനം. ഓടിയ കൂട്ടത്തിൽ യസ്ദീറുദ്ദീൻ രാജാവും ഓടേണ്ടി വന്നു. എല്ലാവരും ഓടി. അവിടെ വലിയ രക്തച്ചൊരിച്ചില്ലാതെ, കൂടുതൽ ആളുകൾ മരിക്കാൻ ഇടവരാതെ, ആയുധപ്പയറ്റില്ല, വലിയ പ്രയോഗമില്ലാതെ മദായിൻ സിറ്റി മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടുത്തെ വെൺകോട്ട, ആ വെൺകോട്ട കണ്ടപ്പോൾ ഒരു സഹാബി ആദ്യമായിട്ട് അല്ലാഹു അക്ബർ, ഇതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള വെൺകോട്ട എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ വെൺകോട്ട അതാ അമ്പരചുംബിയായ വെൺകോട്ട തല ഉയർത്തി നിൽക്കുന്നു. അങ്ങോട്ട് പട്ടാളത്തെ നയിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ആ വെൺകോട്ടയുടെ മുകളിൽ കയറി ഫതഹിൻ്റെ നിസ്കാരം, വിജയത്തിൻ്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ അത് കീഴടക്കി. അവിടുത്തെ നേരത്തെ റസൂൽ തങ്ങൾ പ്രവചിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ വളകളും നിധികളുമൊക്കെ കൊണ്ടുകൊണ്ട് മദീനയിൽ കൊണ്ടുവന്ന് വീതിച്ചു. ആ സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ,
സധൈര്യം പടയാളികളെ ടൈഗ്രിസിന്റെ നദിയിലൂടെ നയിക്കാൻ ധൈര്യം കാണിക്കുകയും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ചൊല്ലിക്കൊണ്ട് സധൈര്യം നദി വിട്ട് കിടക്കുകയും ചെയ്തു. ഇപ്പം ഇവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളാണ് എന്ന അഭിമാനബോധത്തോടുകൂടി കാര്യങ്ങളെ മീറ്റ് ചെയ്തപ്പോൾ അവരെ വിജയത്തിൻ്റെ ജൈത്രയാത്ര നടത്തുവാനും രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുവാനും അവർക്ക് സാധിച്ചു. ഇന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മുമ്പിലുണ്ട്, നബി തങ്ങളുടെ സുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ട്, അവരൊക്കെ മുഴക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്തോ ഒരു വീര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെന്താണ്? ശരിയായ ഇത്തിബാ, റസൂലുള്ളാഹി തങ്ങളെ പദാനുപദവും പാഠാനുപദവും ഇത്തിബാഴ് ചെയ്യുക എന്ന സംഗതിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇതിലാ ത്വരീഖ അലാ ത്വരീഖ ഇലൽ ഇലാഹ് إلا متابعة الرسول المكملا في حاله وفعاله ومقاله فتتبعن وتابعا لا تعدلا. നമ്മുടെ രക്ഷാമാർഗം അത് മാത്രമാണുള്ളത്. അതുമാത്രമാണ് നമ്മുടെ രക്ഷാമാർഗം. റസൂൽ തങ്ങളെ ഇത്തിബാഴ് ചെയ്യുക എന്നത് മാത്രമാണ്. മഹാനായ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞില്ല, ലാ യസ്ലു ആഖിറു ഹദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലബിഹി അവ്വലുഹാ. സമുദായത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്, ശാസ്ത്രത്തിൻ്റെ കുറവാണ്, സാമ്പത്തിക ശേഷിയുടെ കുറവാണ്, അധികാരത്തിൻ്റെ കുറവാണ് എന്നൊക്കെ കണക്ക് കൂട്ടുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ ശരിക്ക് മറുപടി ആയിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത്, ലാ യസ്ലു ആഖിറു ഹദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലബിഹി അവ്വലുഹാ. ഈ സമുദായത്തിൻ്റെ ആഖിറ് നന്നാകുന്നത് അവ്വൽ ഏതുകൊണ്ട് കാണാൻ നന്നായത് അതുകൊണ്ടേ നന്നാവുകയുള്ളൂ എന്ന് നമുക്ക് മഹാനായ ഇമാം മാലിക് തങ്ങളുടെ പ്രഖ്യാപനം അത് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവചരിത്രം ഒപ്പിയെടുത്ത് അത് പകർത്തി അത് അനുധാവനം ചെയ്ത് നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ മക്കളെയും പഠിപ്പിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച് അങ്ങനെ റസൂലുള്ളാഹിയുടെ വെട്ടിത്തെളിച്ചിട്ടുള്ള മഹത്തായ രാജപാതയിലൂടെ സഞ്ചരിച്ച് ഇഹത്തിലും പരത്തിലും വിജയം വരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ അവർക്ക് അള്ളാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇജ്ജത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം ആഖിറത്ത് നൽകുമാറാകട്ടെ. ദുന്യാവിൽ വാസ്തവത്തിൽ നേട്ടങ്ങൾ കുറയും. ദീനി രംഗത്ത് എന്നും അങ്ങനെയാണുള്ളത്. ദീനി രംഗത്ത് എന്താണെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ശമ്പളമോ വരുമാനമോ ദീനി രംഗത്ത് കിട്ടുകയാണെങ്കിൽ ദുഷ്ടഗതികരായ ആളുകൾ, ദുഷ്ടചിന്തകരായ ആളുകൾക്ക് ഈ രംഗത്തേക്ക് കൂടി വരും. അതുകൊണ്ട് തന്നെ അത് തടുത്തു നിർത്താൻ അള്ളാഹു പണ്ടേ ചെയ്തിട്ടുള്ള ഒരു ഹിക്മത്താണ്. ഈ രംഗത്തുള്ള ആളുകൾക്ക് ശമ്പളം കുറവാണ്, ജീവിത സൗകര്യങ്ങൾ കുറവായിരിക്കും. അതൊക്കെ ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ നശ്ർ ചെയ്യുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് ആലിമീങ്ങൾ, ഉസ്താദുമാർ. അള്ളാഹു തആല അങ്ങനെയുള്ള പട്ടികയിൽ സാധുക്കളെ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൊണ്ടുകളും കൊണ്ട് മഹ്ലു ഫദ്ൽ കൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈമാനിനും ഇസ്ലാമിനും അള്ളാഹു ഇസ്സത്ത് പകരുമാറാകട്ടെ. നല്ല ഇസ്സത്തോടുകൂടി ജീവിച്ച് ഇസ്സത്തോട് മരിച്ച് ഇസ്സത്തോട് നല്ല ആഖിറത്തിൽ ആദരമായ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് ഹൗദുൽ കൗസറിൽ മധുരോദാരമായ പാനീയം വാങ്ങിക്കുടിക്കുവാൻ നമുക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, ഉസ്താദ് ശിഷ്യന്മാർക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉടയ തമ്പുരാനെ, ഞങ്ങൾ ദോഷികളാണ്, പൊറുക്കണേ റഹ്മാനെ. ഉടയ തമ്പുരാനെ, ഞങ്ങൾ രോഗികളാണ്, ശിവ നൽകണേ റഹ്മാനെ. ഉടയ തമ്പുരാനെ, ദരിദ്രരാണ്, ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഉടയ തമ്പുരാനെ, ഞങ്ങൾ ദുർബലരാണ്, ശക്തി പകരണേ റഹ്മാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ശത്രുക്കളെ നീ വകവരുത്തണേ റഹ്മാനെ. മുസ്ലിം രാജ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ വകവരുത്തണേ റഹ്മാനെ. അവരുടെ ഇടയിൽ നീ ശൈഥില്യം നൽകണേ റഹ്മാനെ, ഭിന്നിപ്പ് നൽകണേ റഹ്മാനെ. മുസ്ലിമുകളെ എതിർക്കുന്ന ആളുകളുടെ ശക്തി നിക്ഷേപിക്കണ റഹ്മാനെ. മുസ്ലിമുകളോട് നീതി പുലർത്തുന്ന ഭരണകൂടങ്ങൾക്ക് നീ കെട്ടുറപ്പും ഭദ്രതയും നൽകണ റഹ്മാനെ. നീതി ഭരണം നമ്മുടെ രാജ്യത്ത് കെട്ടുറപ്പുള്ള നീതിനിഷ്ഠമായ ഭരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഉടയ തമ്പുരാനെ, ഇസ്ലാമിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ജീവനെ പോലെ കാത്തു സംരക്ഷിച്ച് മുറുകെ പിടിച്ച് മുസ്ലിമുകളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഉദവി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സംഗമണി പൊരുത്തപ്പെട്ട സംഗമമാക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ, ആശിക്യങ്ങളിൽ, പ്രണേതാക്കളിൽ ഞങ്ങളെ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീന ബിഹഖി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വസ്സഹബി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വസ്സഹബി വസല്ലം. اللهم صل على محمد والآل والصحبه وسلم. അതായത് നമ്മൾ കിതാബ് ദർസ് നടത്തുന്ന ആളുകൾ നേരത്തെ ഇജാസ് കിട്ടിയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു കോപ്പി തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇതുപോലെ സീറത്തുൽ ഹലബിയുടെ തുടക്കത്തിലും പറഞ്ഞാൽ കാണാൻ സാധിക്കും. ചരിത്രത്തിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതുമുണ്ട്, ഇത് വിവേചിച്ചറിയണമെന്ന്. നമ്മുടെ പൂർവികരായ മഹാന്മാരായ ആളുകൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ റുവാത്തിൻ്റെ തറാജുവിനെ കുറിച്ച് നല്ല പിടിയുള്ളവരായിരുന്നു അവർ. അവർക്ക് സെനതോടുകൂടി ഒന്ന് കിട്ടിയാൽ തള്ളേണ്ടതോ കൊള്ളേണ്ടതോ തീരുമാനിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് അങ്ങനെയല്ല, അങ്ങനെ ബലാബലം പരിശോധന നടത്താൻ കഴിയുകയില്ല. എന്നാൽ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ എന്താ ബലബല പരിശോധന നടത്തി ചരിത്രം അവതരിപ്പിച്ച ആളുകൾ ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. അക്കൂട്ടത്തിൽ അൽ ഹാഫിൽ ഇബ്നു കസീറിനെ പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ്. അദ്ദേഹം തൻ്റെ താരീഖിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തഫ്സീൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിലും താരീഖിൽ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബലാബല പരിശോധന നടത്തി ചിലതിനൊക്കെ തർജീഹ് ചെയ്തിട്ടുണ്ട്. നേരെ വിപരീതമാണ് വാസ്തവത്തിൽ ഇബ്നു ജരീർ തബരീതങ്ങളെ താരീഖിൽ ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല, തഫ്സീൽ സ്വീകരിച്ചിട്ടുണ്ട്. തഫ്സീലിൽ വിവിധ തഫ്സീലുകൾ പറയുമ്പോൾ ഒന്നിനെ റാജിഹാക്കി പറയും. അപ്പോൾ നമ്മുടെ താരീഖിൻ്റെ കിതാബുകൾ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പിൽക്കാലത്തെ താരീഖുകൾ അധികാരികളും എഴുതിയിട്ടില്ല. എഴുതിയവരധികം എന്താണ് വഹാബികളോ മോഡേണിസ്റ്റുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് താരീഖ് വന്ന് ഖുലഫാഉർ റഷീദുകളുടെ താരീഖും ഉമവിയ്യക്കളുടെ താരീഖും അത് കഴിഞ്ഞ് പിന്നെ അബ്ബാസിയ കാലഘട്ടവും അങ്ങോട്ട് കഴിഞ്ഞാൽ ഉസ്മാനി ഓട്ടോമൻ തുർക്കികളുടെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത്, തുർക്കികളുടെ ഖിലാഫത്ത് കാലം കറകളഞ്ഞ സുന്നികളുടെ കാലഘട്ടമായി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയ പുതിയ ആളുകളൊക്കെ അവരെ ഇകഴ്ത്തിക്കൊണ്ടും തരംതാഴ്ത്തിക്കൊണ്ടും പിന്തിരിപ്പന്മാരായി ചിത്രീകരിച്ചതേ കാണാൻ സാധിക്കും. അങ്ങ് യൂറോപ്പിൽ വരെ ഇസ്ലാമിൻ്റെ പതാക പറത്തിച്ച മഹാരഥന്മാരായ ഭരണാധിപന്മാരാണ് വാസ്തവത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആളുകൾ. പക്ഷെ അവരെ അവഗണിച്ചതായിട്ട് കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ അവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എഴുതിയതായിട്ട് കാണുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ ആളായതുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാന ഘട്ടം വരെ എഴുതിയിട്ടില്ല. അങ്ങനെ കിട്ടാവുന്ന കിതാബുകളൊക്കെ ശേഖരിച്ച് ഓരോ സ്ഥലത്തും അവിടെ എല്ലായിടത്തും പോയിട്ട് അത് എത്തിപ്പിടിച്ച് റെഫറൻസുകൾ അവലംബിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അൽഹംദുലില്ലാ ഇസ്ലാമിൽ കേരളത്തിലെത്തിയതിനുള്ള ചരിത്രം ആദ്യമായിട്ട് നമ്മൾ സയ്യിദുൽ ബഷർ എഴുതുന്നതിന് മുമ്പ് അബുൽ ബഷർ എഴുതി, പിന്നെ സയ്യിദുൽ ബഷർ എഴുതി. അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഖുലഫാഉർ റാഷിദുകളുടെ സുവർണ ഭരണകാലഘട്ടം 30 കൊല്ലക്കാലത്തെ ഭരണമുള്ള 4 ഖലീഫമാരുടെ അൽ ഖിലാഫത്തുർ റാഷിദ് എഴുതി. അതിനുശേഷം 91 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഉമവിയ്യ ഖിലാഫത്തിനെ കുറിച്ച് എഴുതി. അതിനുശേഷമാണ് പിന്നീട് അബ്ബാസിയ. അതുകൊണ്ട് അബ്ബാസിയ കാലഘട്ടത്തെക്കുറിച്ച് ഉള്ളതും അവിടുത്തെ അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഭരണകൂടങ്ങൾ അതിന് സമാന്തരമായി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമാന്തര ഭരണകൂടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിനും മുസ്ലിം സമൂഹത്തിനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചുരുക്കി ചരിത്രവും എല്ലാം കൂടി ചുരുക്കി ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സംഭവവും അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ 200 കൊല്ലക്കാലം നീണ്ടിരുന്ന കുരിശ് യുദ്ധത്തിൻ്റെ ചരിത്രം അതൊക്കെ ചുരുക്കി പറഞ്ഞ്, അതുപോലെ തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് മാത്രമല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്നാണ്. അത്രയും വലിയ ദുരന്തം മുസ്ലിം ലോകത്തിന് വരുത്തി വെച്ചിട്ടുള്ള പിന്നെ താർത്താരികളുടെയും മംഗോളിയരുടെയും കുഴപ്പം, ഈ വക കാര്യങ്ങളൊക്കെ മുസ്ലിമുകളെ സംബന്ധിച്ച് പഠിക്കേണ്ടതാണ്. താർത്താരികളുടെ മംഗോളിയരുടെ ഇസ്ലാമിക രാജ്യത്തിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് ദലായിലുൻ നുബുവത്ത് വിവരിക്കുന്ന കിതാബുകളിൽ കാണാൻ സാധിക്കും. ആ ഹദീസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ വിശദാംശം അറിയാൻ സാധിക്കാതെ വളരെ കൂടുതൽ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. ചരിത്രം പഠിച്ചാലോ വളരെ കൂടുതൽ വസ്തുതകൾ ആ ഹദീസിൻ്റെ പ്രവചനത്തിൻ്റെ പുലർച്ചതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ ഇസ്സത്തും അഭിമാനബോധവും ഉണ്ടാവുക. അതുകൊണ്ട് ചരിത്രം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ പിന്നെ കേരളത്തിൻ്റെ ഇന്ത്യയിൽ ഇസ്ലാം വന്ന ചരിത്രം, സിന്ധിലും ഹിന്ദിലും വന്ന ചരിത്രം, സ്പെയിൻ 8 കൊല്ലക്കാലം മുസ്ലിംകൾ ഭരിച്ചു, എങ്ങനെയാണ് സ്പെയിനിൽ ഭരണം സ്ഥാപിതമായത്, സ്പെയിനിൽ എങ്ങനെയാണ് 8 കൊല്ലം മുസ്ലിംകൾ ഭരിച്ച പാശ്ചാത്യർക്ക് വിജ്ഞാനത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ടോർച്ചടി നൽകിയ ആ സ്പെയിൻ പതനത്തിൻ്റെ കാരണം എന്താണ്, അതുപോലെ തന്നെ ബഗ്ദാദിലേക്ക് താർത്താരികളും മംഗോളിയരും വന്നപ്പോൾ
ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നു, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ അറുകൊല ചെയ്തു, നമ്മുടെ വിലപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ചുട്ടരിച്ചു, ബാക്കിയുള്ളത് ടൈഗ്രീസിലൊഴുക്കിയ മഹാസംഭവങ്ങൾ. ഇതൊക്കെ വളരെ ചുരുക്കി നമുക്ക് ആധികാരിക ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഈ സീരീസ് അത് സയ്യിദുൽ ബഷർ, അൽ ഖിലാഫത്തുർ റാഷിദ, അൽ ഖിലാഫത്തുൽ ഉമവിയ്യ, താരിഖുൽ ആലമിൽ ഇസ്ലാമി. താരിഖുൽ ആലമിൽ ഇസ്ലാമിൽ ഇസ്ലാം ഇന്ത്യയിൽ കേരളത്തിൽ വന്ന ചരിത്രം വരെ ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഈ രംഗത്ത് നമുക്കുണ്ടായിരുന്നൊരു വലിയ വിടവ്, കേരളത്തിലുണ്ടായിരുന്നൊരു വലിയ വിടവ് നികത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഫിഖ്ഹിൽ കാര്യമായിരുന്നാലും തസൂഫിൻ്റെ കാര്യമായിരുന്നാലും ഇപ്പോൾ തഫ്സീറിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 31 വാല്യം 30 വാല്യം തഫ്സീറും തൈസീർ 30 വാല്യവും അതിനൊരു മുക്കദ്ദിമ, ആധികാരികമായൊരു മുക്കദ്ദിമ ആമുഖവും എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 14,000 പേജ് അത് വരും. അത് ചുരുക്കി അങ്ങനെ എഴുതാൻ കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ശ്രമങ്ങൾ. അതുപോലെ മറ്റുള്ള വിഷയങ്ങൾ മുഅ്ജിസത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. പിന്നെ അമ്പിയാക്കന്മാരെ കുറിച്ച് വേറെ സെപ്പറേറ്റ്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇസ്ലാമിനെ കുറിച്ച്, ആദം നബി അലി ഇസ്ലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ പിന്നെ ഈസ നബി അലി ഇസ്ലാമിനെ കുറിച്ച്, ഈസൽ മസീഹു അലൈഹി ഇസ്ലാം ഫിൽ ഖുർആനി വൽ ഇൻജീലി എന്ന് പറയുന്ന വളരെ വിലപ്പെട്ടൊരു ഗ്രന്ഥം അടുത്തായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് ആവശ്യമായ കുറേ രചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രചനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അക്കീദയുമായി കൂട്ടിമുട്ടാതെ സമരസപ്പെട്ടു പോകുന്ന കിതാബുകളാണ്. അത് പിന്നെ മറ്റാധുനികരുടെയോ മറ്റുള്ളവരുടെയോ ചില ഉദ്ധരണികൾ ആവശ്യമാകുന്നിടത്ത് അവലംബിച്ചിട്ടുണ്ടെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രമങ്ങൾക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെന്ത് പറഞ്ഞാലും വാഴ്ത്തിയിട്ടുണ്ടെന്നൊരു കാര്യമില്ലല്ലോ. അതെല്ലാം പ്രശംസകൾ കൊണ്ട് മാത്രം കാര്യമായില്ല. അള്ളാഹു അംഗീകരിച്ചു കിട്ടണം. അള്ളാഹു തആല അതിൽ നിന്ന് ഒരു വരിയെങ്കിലും അംഗീകരിച്ചാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. മീസാനിൽ നമുക്ക് വെയിറ്റുള്ളൊരു അമലായി. അള്ളാഹു തആല അനേക വർഷങ്ങൾ രാപ്പകൽ ഇടതൊഴിലാതെ അധ്വാനിച്ച് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നെന്ന് സമുദായത്തിന് ഉപകരിക്കുന്ന നാഫിയായ ഇൽമാക്കി തെരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ വഫാത്തിൽ നിന്ന് അല്പം വരികൾ വായിച്ചു ബറക്കത്തിന് വേണ്ടി ഒന്ന് തദ്രീസിലൂടെ പറഞ്ഞതുകൊണ്ട് അല്പം വരികൾ വായിച്ചുകൊണ്ട് നമുക്ക് ദുആ ഇരുന്ന് പിരിയാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഖറബു വഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സാമീപ്യം, നബി തങ്ങളുടെ വഫാത്ത് അടുത്തു വന്ന സംഭവം. കിതാബുല്ലാഹി തആല ഖദ് നതക ബികുല്ലി സ്വറാഹത്തിൻ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ യുഫാരിഖു ദുനിയ യൗമൻ മിനൽ അയ്യാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഖദ് നതക, ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ബികുല്ലി സ്വറാഹത്തിൻ, പൂർണ്ണമായ വ്യക്തതയോടുകൂടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ യുഫാരിഖു ദുനിയ, ദുന്യാവുമായി വേർപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാകുന്നു എന്ന്. യൗമൻ മിനൽ അയ്യാം, ഏതെങ്കിലും ഒരു നാൾ, ദിവസങ്ങളിൽ നിന്ന് ഒരു ദിവസം നബി തങ്ങൾ ഈ ലോകത്തോട് വേർപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുല്ലി ഹയ്യും മിൻ സായിരില്ലന, മറ്റ് സൃഷ്ടികളിൽപ്പെട്ടതായ ഏതൊരു ജീവിയെപ്പോലെയും എല്ലാ അഹ്യാവിനും മരണമുള്ളതുപോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മരണമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫഖദ് ഖാല തആല ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, അങ്ങ് മരിച്ചു പോകുന്നവരാണ്, അവരും മരിച്ചു പോകും. അതുകൊണ്ട് മരണത്തിൻ്റെ വിഷയത്തിൽ ആരും പരസ്പരം ശമാത്തത്ത് നടത്തേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ നബി തങ്ങളുടെ മരണത്തെ വഹിക്കിയതായി കണ്ടു. എന്താ മരിക്കാത്തത് എന്ന് പലരും പറയുകയുണ്ടായി. അങ്ങനെ മരണത്തിൻ്റെ കാര്യത്തിൽ ആരും ശമാശത്ത് നടത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും മരിക്കുന്നവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, പിന്നീട് നിങ്ങൾ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ റബ്ബിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് തഖ്തസിമൂൻ, നിങ്ങൾ പരസ്പരം നിങ്ങൾ തർക്കിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് നിറവേറ്റിയിട്ടുണ്ടെന്നും ശത്രുക്കൾ അതിനെ എതിർത്തിട്ടുണ്ടെന്നും മുഅ്മിനീങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കാര്യം നബി തങ്ങൾ പറയും. ശത്രുക്കൾ അവരുടെ പക്ഷം പറയും. അങ്ങനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ തർക്കമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ, അങ്ങക്ക് മുമ്പ് ഒരു മനുഷ്യനും ശാശ്വതവാസം ഭൂമിയിൽ നാം നിശ്ചയിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല.
അഫഇമ്മിത്തഫഹുൽ ഖാലിദൂൻ, അങ്ങ് മരിച്ചാൽ പിന്നെ അവർ ശാശ്വതവാസികളായി ജീവിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തങ്ങളുടെ മരണത്തെ അവർ പ്രതീക്ഷിച്ച് സന്തോഷിക്കേണ്ടതില്ല. അഫഇമ്മിത്തഫഹുൽ ഖാലിദൂൻ. വിശുദ്ധ ഖുർആൻ മറ്റിടത്ത് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ വ്യക്തിയും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നു. ഫിത്നത്തൻ, അതെന്തിനു വേണ്ടി? തിന്മ വരുമ്പോൾ ക്ഷമിക്കുന്നുണ്ടോ, നന്മ വരുമ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. വൈലൈന തുർജഊൻ, നിങ്ങൾ എല്ലാവരും നമ്മുടെ സമീപത്തേക്ക്, നമ്മുടെ നീതിന്യായ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവർ തന്നെയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ സാമീപ്യത്തെക്കുറിച്ചും സൂചന നൽകുകയുണ്ടായി. ഫലമ്മ അദ്ദ ബിഇദ്നില്ലാഹി തആല അമാനത്തുഹു വബല്ലഗ ബിഅംരിഹി റിസാലത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അനുവാദപ്രകാരം നബിതങ്ങളുടെ അമാനത്ത്, മസ്ഊലിയത്ത്, ഉത്തരവാദിത്വം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ വബല്ലഗ ബിഅംരിഹി റിസാലത്തുഹു, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നബിതങ്ങളുടെ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ, എത്രത്തോളം ഹത്താ ദൗവത്തു ഫിൽ ആഫാഖി ദഅവത്തുഹു, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം അത് മുഴങ്ങുവോളം, ഖഫഖത്തു ഫിൽ ജൗവി, അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കുവോളം, പാറിക്കളിക്കുവോളം, റായത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക പാളിക്കളിക്കുകയും ചെയ്യുവോളം, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയും സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, ദഅഹു റബ്ബുഹു, ഉടയ തമ്പുരാൻ നബി തങ്ങളെ ക്ഷണിച്ചു. എങ്ങോട്ട് ക്ഷണിച്ചു? ഇലാ ദാരി റഹ്മത്തിഹി വകറാമത്തിഹി, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അനുഗ്രഹത്തിൻ്റെ വീട്ടിലേക്കും വിശിഷ്ടമായ ആദരവിൻ്റെ വീട്ടിലേക്കും ക്ഷണിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? ഹത്താ യതമത്ത, അവിടുന്ന് ആസ്വദിക്കുവാൻ വേണ്ടി, ബി അൻവാഇ നിഅമത്തിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിവിധ ഇനങ്ങൾ അത് ആസ്വദിക്കുവാൻ വേണ്ടി. ബഅദമാ ഖറത്ത് അയ്യുഹു, അവിടുത്തെ കണ്ണ് കുളിർത്തതിന് ശേഷം, ദുന്യാവിൽ വെച്ചുകൊണ്ട്, ബിയറ്റിലായി മില്ലത്തിഹി, അവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ മതത്തിൻ്റെ ഔന്നത്യം കൊണ്ട് ദുന്യാവിൽ വെച്ചുകൊണ്ട് കണ്ണ് കുളിർത്തതിന് ശേഷം, വൈത്തിസാസി ഉമ്മത്തിഹി, ഉമ്മത്തിൻ്റെ പ്രതാപവും കൊണ്ട്. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ജസീറത്തിൽ അറബ് മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെടുകയും അങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ജസീറത്തിൽ മുഴുവൻ മാറുകയും അങ്ങനെ ലക്ഷത്തിൽ പരം അനുയായികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുമ്പിൽ ഹാജരാകുകയും ചെയ്ത നബി തങ്ങളുടെ കണ്ടുകുളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. ഫത്തഫിക യതഹയ്യു, അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുക്കാൻ തുടങ്ങി. ലിലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി തയ്യാറെടുത്തു. ബി മസ്ജിദി തൗബത്തിഹി, വർദ്ധിച്ച തൗബ കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന തൗബ ചെയ്യുന്നവരാണ്. അങ്ങനെ 100 തവണ ഒരു ദിവസേന തൗബ ചെയ്യുന്നവരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണമാസന്നമായപ്പോൾ മാത്രം തൗബ ചെയ്തു എന്നല്ല, ബി മസ്ജിദി തൗബത്തി, വർദ്ധിച്ച തൗബ കൊണ്ട്. മരണം ആസന്നമായപ്പോൾ തൗബ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇബാദത്തിഹി, വർദ്ധിച്ചതായ ഇബാദത്ത് കൊണ്ടും. കമാ അമറഹു തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ, ബിദാലിക, അതുകൊണ്ട്, മസ്ജിദ് തൗബത്ത് കൊണ്ടും മസ്ജിദുൽ ഇബാദത്ത് കൊണ്ടും. എവിടെ? ഫി സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, മക്ക വിജയവും വന്നു കഴിഞ്ഞാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഫുവാജ, അള്ളാഹുവിൻ്റെ മതത്തിലേക്ക്, പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് പ്രവേശിക്കുന്ന രംഗവും അങ്ങ് കണ്ടു കഴിഞ്ഞാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, തസ്ബീഹ് ചെയ്യുക. വസ്തഗ്ഫിറുഹു, അള്ളാഹുവിനോട് മാപ്പിരക്കുക, പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായിട്ടും അള്ളാഹു തആല അത്യധികം തൗബ സ്വീകരിക്കുന്നവനായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈസൂമുകളുടെ മുൻനിരയിലുള്ള ആളാണ്. ഒരു പ്രവാചകനിൽ നിന്നും ഒരു കാലത്തും അറിഞ്ഞോ അറിയാതെയോ മുമ്പത്തിന് മുമ്പോ ശേഷമോ ചെറുതോ വലുതോ ആയ ഒരു കുറ്റവും സംഭവിക്കുകയില്ല. അപ്പോൾ അവിടെ മുൻനിരയിലുള്ള മഹാനായ സയ്യിദുൽ ബഷർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും മുഖറബുകളായ ആളുകൾക്ക് അവരുടെ പദവികളെ ചേർത്ത് നോക്കുമ്പോൾ അവരുടെ കഴിഞ്ഞകാല നിമിഷങ്ങൾ കുറവുള്ളതായി ന്യൂനതയുള്ളതായിട്ട് തോന്നും. ഇതാണ് കുറ്റം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് അവരുടെ ഉന്നതമായ പദവികളെ ചേർത്ത് നോക്കുമ്പോൾ ഉള്ള മാനസികമായ വിഷമം അതിനെ സംബന്ധിച്ചാണ് ദമ്പ് എന്ന് പറയുന്നത്. ഇത് അല്ലാഹു തആല
പുറത്തു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് യഗ്ഫിറലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖറ എന്ന ആയത്തിൽ അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ മരണം ആസന്നമായിട്ടുണ്ട് എന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധന വർദ്ധിപ്പിക്കുക, ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും തൗബ വർദ്ധിപ്പിക്കുകയും തസ്ബീഹ് വർദ്ധിപ്പിക്കുകയും ഹംദ് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. സാധാരണ റസൂലുള്ളാഹി അസാധാരണമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഹജ്ജത്തുൽ വദായിലുണ്ടായത്. ഇനി നിങ്ങളെ ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല അടുത്ത തവണ, അതുകൊണ്ട് നിങ്ങളുടെ മനാസിക്ക് മുഴുവൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ നടത്തിയ പ്രസംഗം ഒരു വദാഇൻ്റെ ഈ സമുദായത്തോടും ലോകത്തോടുമുള്ള വിടവാങ്ങലിൻ്റെ പ്രസംഗമായിരുന്നു ഹജ്ജത്തുൽ വദായിലെ പ്രസംഗമെന്ന് കാണാൻ സാധിക്കും. മരണവർഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിരുദ്ധമായിട്ട്, പതിവ് സാധാരണ എല്ലാ റമദാനിലും 10 ദിവസം ഇഅ്തികാഫ് എന്നതാണെങ്കിൽ മരണവർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ മുദാറസത്ത് നടത്തുവാൻ വേണ്ടി ഖുർആനിൻ്റെ പാഠം പരിശോധിക്കാൻ ഒരിക്കലാണ് വരാറുള്ളതെങ്കിൽ ആ വർഷം 2 തവണ വന്നു. ഇങ്ങനെ എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ഹയാത്തുള്ളവരെയും അതുപോലെ മരിച്ചവരെയും ഒക്കെ നബിതങ്ങൾ സിയാറത്ത് ചെയ്തു തുടങ്ങി. അതുപോലെ മരണം നബിതങ്ങളുടെ രോഗം അടുത്ത സമയത്താണല്ലോ റസൂലുള്ളാഹി ഉഹദ് ശുഹദാക്കളെ പോയി സന്ദർശിച്ചതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. 13 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടന്നു. അതായത് നബിതങ്ങൾക്ക് പനിയായിരുന്നു രോഗമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല നബിതങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കാൻ, സ്ഥാനമഹത്വം വർദ്ധിപ്പിക്കാൻ നബിതങ്ങൾക്ക് അല്ലാഹു തആല രോഗം നൽകി, അല്പം വിഷമങ്ങൾ നൽകി. അള്ളാഹുമായി എത്ര കണ്ട് അടുക്കുന്നു അത്ര കണ്ട് കഠിന പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കഠിന കഠോരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നത് അമ്പിയാക്കന്മാരാണ്. പിന്നീട് അവരോടെടുത്തവർ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പലവിധത്തിലുള്ള പരീക്ഷണം നൽകിയിട്ടുണ്ട്. അഴസനമായപ്പോൾ അവിടത്തേക്ക് രോഗം നൽകി, പനി നൽകി. 13 വർഷം സഫർ മാസാവസാന ദിവസത്തിൽ പനി ബാധിച്ചു. റബീഉൽ അവ്വൽ 12-ന് വഫാത്തായി. 13 ദിവസമാണ് രോഗമുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സന്ദർഭത്തിലാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മിമ്പറിൻ്റെ താഴെ പടിയിൽ ഇരുന്നു കൊണ്ട് ചെയ്തിട്ടുള്ള വിടവാങ്ങൽ പ്രസംഗം, അവസാനത്തെ പ്രസംഗം. ആ പ്രസംഗത്തിൽ നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണമായി എല്ലാ നിലക്കും മരണത്തെക്കുറിച്ച് ഉറച്ചുകൊണ്ട് തന്നെ തീരുമാനമെടുത്ത് വേണ്ട വിധത്തിലുള്ള വസിയത്തുകൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ട് മുഹാജിറുകളെക്കുറിച്ച്, അൻസാറുകളെക്കുറിച്ച് മൊത്തം ഉമ്മത്തിനോട് വസിയത്ത് ചെയ്യുകയും പരസ്പരം അവർ തമ്മിലുള്ള കാര്യം വസിയത്ത് ചെയ്യുകയും എല്ലാം നിറവേറ്റിക്കൊണ്ടാണ് ഈ ലോകത്തോട് മഹാനായ ലോകഗുരുവായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ ചൊല്ലിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളെ ഒരു ബാധ്യത ഏൽപ്പിച്ചുകൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ ചൊല്ലിപ്പോയിട്ടുള്ളത്. ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രബോധന ബാധ്യത സമുദായത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകഗുരുവായ ലോകവിമോചകനായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ ചൊല്ലിപ്പോയിട്ടുള്ളത്. മുഹമ്മദുൻ ദുനിയാ ബിദഅവതിഹി വമിൻ ഹുദാഹു ലനാ റൗഹും വറൈഹാനു. മുഹമ്മദുൻ ദുനിയാ ബിദഅവതിഹി വമിൻ ഹുദാഹു ലനാ റൗഹും വറൈഹാനു. അങ്ങനെ ലോകത്തിൻ്റെ യഥാർത്ഥ മോചകൻ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് നിങ്ങളുടെ നേതാവെന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അഭിമാനത്തോടുകൂടി പറയുവാൻ നമുക്ക് കഴിയണം, നമ്മുടെ മക്കൾക്ക് കഴിയണം. അങ്ങനെയുള്ള വിധത്തിലൊരു ബോധം നമ്മുടെ മക്കൾക്ക് നൽകണം. റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്ത് എല്ലാ നേതാക്കന്മാരോടും സർവസ്വത്തോടുമുള്ള ഉള്ളതിലുപരിയായ ഒരു മഹബത്ത് നമ്മുടെ കുട്ടികളുടെ കൽബിൽ ചെറുപ്പം മുതൽക്ക് തന്നെ അംഗീകരിപ്പിക്കുകയും നട്ടുവളർത്തുകയും ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ നമ്മൾക്ക് റസൂലുള്ളാഹിയുടെ സ്വന്തക്കാരാണെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. സഹാബത്തിന് പറയാൻ സാധിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആളുകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ദുർഘടഘട്ടങ്ങളിലും രക്ഷ തേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വല്ല ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു തആല അൻഹു, നബി തങ്ങളുടെ മൗല മോചിത ദാസനായിട്ടുള്ള സഫീന റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ഒരു യുദ്ധയാത്രയിൽ കൂട്ടം വിട്ടുപോയി. റോമിൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് പോയതായിരുന്നു. ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് കിഴക്കൻ റോമിൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് പോയതായിരുന്നു. സൈന്യത്തിൽ നിന്ന് വേർപെട്ടു പോയി എങ്ങനെയോ സംഗതി വശാൽ. അങ്ങനെ നോക്കുമ്പോൾ ശത്രു രാജ്യത്താണുള്ളത്, സൈന്യത്തെ കാണാനില്ല. അന്തം വിട്ട് അദ്ദേഹം പേടിച്ചോടുകയാണ് സൈന്യത്തെ തേടിക്കൊണ്ട്. അപ്പോഴാണ് തൻ്റെ മുമ്പിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ശത്രുവിനെ കുറിച്ചുള്ള ഭീതിക്കും ഉപരിയായിട്ട് ഒരു സിംഹം കൂടി തൻ്റെ മുമ്പിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അബുൽ ഹാരിസ്. അറബികൾ മുഹമ്മദിനെ പേരിൽ വിളിക്കാറുള്ള സിംഹത്തിന് ആ പേരാണ് അബുൽ ഹാരിസ്. ഓ അബുൽ ഹാരിസ്, അന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്ത് നബിയുടെ മൗലയാകുന്ന മോക്ഷിതദാസനാകുന്നു, നബിയുടെ സ്വന്തക്കാരനാണ് ഞാൻ എന്ന് കേട്ടപ്പോൾ സിംഹത്തിൻ്റെ ഭാവഭാവങ്ങൾ മാറി, രക്ഷകനായി മാറി, ഗൈഡായി മാറി, വഴി കാണിച്ചു കൊടുക്കാൻ ഓരം ചേർന്ന് വരുന്നു. നേരിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു വരെ അതാ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലിൽ നിന്ന് ശത്രുവിൻ്റെ ഒരു ശബ്ദവും കേട്ടാൽ സിംഹം അങ്ങോട്ട് ഓടിച്ചെന്ന് ഗർജനം നടത്തി ശത്രുവിനെ വിരട്ടി ഓടിക്കുന്നു. വീണ്ടും ബഹുമാനപ്പെട്ട സഫീന തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയി സൈന്യത്തിൽ ചേർത്തു. തിരിച്ചു പോവുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബഖവി മുഹയ്യിസുന്ന അവറുകൾ പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാകുന്നു സഹീഹായ ഹദീസ്. ഇതുപോലെ പല സംഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടില്ല,